ഈ വിഷയത്തിൽ പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുകവലിക്കുന്നത് അപരാധമായി കാണാത്ത ഒരു കമ്മ്യൂണാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് കേരളത്തിലേത്. കാരണം മിക്ക വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ ഒക്കെ പുകവലിക്കുന്ന ആളുകളുണ്ടാകും. നമുക്ക് പരിചയമുള്ള ആളുകളിലുണ്ടാകും. പലപ്പോഴും നമ്മൾ അവരോടൊക്കെ പുകവലിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുകവലിക്കുന്നതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും അവർക്ക് ആ ഒരു ചെയിൻ സ്മോക്കിംഗ് ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. പലരെയും പുകവലി അത് കൂടി വരുന്നത് വലിയ അസുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ചെയിൻ സ്മോക്കിങ്ങിലൂടെ അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ യു പ്രതിഭ MLA വിഷയത്തിൽ യു പ്രതിഭ MLA വേട്ടയാടാനായിട്ടുള്ള ഒരു ശ്രമം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം അവരുടെ മകൻ ഉൾപ്പെട്ട, അവരുടെ മകനും സുഹൃത്തുക്കളും ഉൾപ്പെട്ട കേസ് എന്നതിനപ്പുറം യു പ്രതിഭ എന്ന രീതിയിൽ തന്നെയാണ് അത് ഹൈലൈറ്റ് ചെയ്തത്. അത് ആ രീതിയിൽ തന്നെ വന്നപ്പോഴാണ് അവർക്ക് മറിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടി വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ഒരു വികാര വിക്ഷോഭത്തിലാണ് അവർ ആ ലൈവിൽ വരുന്നത്. ആ ലൈവിൽ വരുമ്പോൾ ആ സമയം മുതൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും സാധാരണ പ്രതികരിക്കുന്ന ഒരു പ്രതിഭയല്ല നമ്മൾ കാണുന്നത്. കാരണം അവരത്രയും ഉലഞ്ഞിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ. അവരത്രയും അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വൈകാരിക വിക്ഷോഭത്തിലേക്ക് അവർ പോകുന്നതാണ് ആ ഫേസ്ബുക്ക് ലൈവിലായാലും അവരുടെ മകനെ കാണിക്കുമ്പോഴായാലും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. നേരത്തെ മാഡം പറഞ്ഞതുപോലെ എനിക്ക് ഒരു ആൺകുട്ടിയില്ല, എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഇപ്പോൾ ഒരു ആൺകുട്ടിയുള്ള ഒരു അമ്മയ്ക്കോ അച്ഛനോ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഒരു ടീനേജ് മുതൽ ആ സൗഹൃദങ്ങളിൽ അവർ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആണ്. പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഡിപ്പെൻഡൻ്റ് ആണ്. ആ സൗഹൃദങ്ങളിൽ, ആ കൂടിച്ചേരലുകളിൽ അവർക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാൾ അവർക്ക് സന്തോഷം അതാണ്. അതിൽ ചിലർ മാത്രമാണ് ലഹരിയുടെ വഴി തേടിപ്പോകുന്നത്. ചിലർക്ക് സിനിമകളിലായിരിക്കും, ചിലർക്ക് ഡ്രാമയിലായിരിക്കും, അങ്ങനെ പലതരത്തിലാണ്. ചിലർക്ക് ഗെയിംസിലായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള താല്പര്യങ്ങൾ. ചിലർ കോഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ആക്ടിവിറ്റീസിലേക്ക് പോകും. ഇതെല്ലാം ഗ്രൂപ്പായിട്ട് ചെയ്യാനാണ് ആൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതൊരു 12-13 വയസ്സ് മുതൽ അവരുടെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ രൂപപ്പെടും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആ കുട്ടിയുടെ പേര് ഉപയോഗിക്കുന്നില്ല, എന്തായാലും യു പ്രതിഭയുടെ മകനും അതുപോലെയുള്ള ഒരു സർക്കിളിൻ്റെ ഭാഗമാണ്. ആ സർക്കിളിൽ പെട്ടവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സർക്കിളിൽ നിന്ന് മകനെ പുറത്തു കൊണ്ടുവരിക എന്നത് യു പ്രതിഭ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരൊരു സിംഗിൾ മദറാണിപ്പോൾ, അതുകൊണ്ട് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അതായിരിക്കാം സജി ചെറിയാൻ ഉപദേശം അല്ലെങ്കിൽ ഉപദേശിച്ചാണ് നന്നാക്കേണ്ടത് എന്നൊരു വാചകം പറയുന്നതിലൂടെ. ഇതിൽ സജി ചെറിയാൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ വാർത്ത വന്നപ്പോൾ എങ്ങനെയാണ് ആ വാർത്ത വരുന്നത്? തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ 9 യുവാക്കൾ പിടിയിൽ. ആദ്യ വരി അങ്ങനെയാണ് ആ വാർത്ത വരുന്നത്. ആ വാർത്ത വന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ആ വാർത്ത വരുന്നത്. അതിനുശേഷം അതിലെ 9ാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ. ആ പ്രതിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ട് ആ കേസ് ഫ്രെയിം ചെയ്യുന്നത്. അതിൽ എത്ര ഗ്രാമാണ് കഞ്ചാവ് പിടികൂടിയത് എന്നതൊന്നും ആദ്യഘട്ടത്തിൽ വരുന്നില്ല. എക്സൈസ് പിടികൂടുന്നു. അപ്പോൾ എല്ലാവരും കരുതുന്നത് വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് ശേഖരവുമായി അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിനിടെ ഈ കുട്ടി പിടിയിലായത് എന്നുള്ളതാണ്. കഞ്ചാവ് കലർത്തിയ 500 മില്ലിഗ്രാം പുകയില മിശ്രിതം, കഞ്ചാവ് വലിക്കുന്നതിനായി ഉപയോഗിച്ച ദ്വാരമിട്ട കുപ്പി, പപ്പായ തണ്ട് എന്നിവ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് എക്സൈസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എക്സൈസ് അപ്പോൾ കൃത്യമായി ഈ കേസ് സംബന്ധിച്ചുള്ള ഒരു MLAയുടെ മകൻ ഉൾപ്പെട്ട കേസാകുമ്പോൾ മാധ്യമങ്ങൾക്ക് എക്സൈസ് തന്നെ കൊടുത്ത വാർത്തയല്ലാതെ ഇത് പുറത്തു വരില്ല. കാരണം എക്സൈസ് ആണല്ലോ പിടികൂടുന്നത്. കൃത്യമായ ഇൻഫർമേഷൻ യു പ്രതിഭയുടെ മകനടക്കം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ പുലിമുഖം ജെട്ടിക്ക് സമീപം കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയും പിടികൂടുകയും ചെയ്തു. അല്ലാതെ അത്ര ജാഗ്രതയോടെ നമ്മുടെ എക്സൈസ് വകുപ്പും മറ്റ് സംവിധാനങ്ങളുമൊക്കെ നാട്ടിലെ മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യക്കടത്തും അതൊക്കെ പിടികൂടുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ്റെ ഈ അടുത്ത സമയത്താണ് ഇതേ വകുപ്പിൽപ്പെട്ട ആളുടെ പക്കൽ നിന്നും അതായത് കൂടുതൽ കുപ്പികൾ ഈ ഉത്സവ സീസണിൽ തന്നെയാണ്, ക്രിസ്മസ് സമയത്താണ് കുപ്പികൾ പിടിച്ചെടുക്കുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന കാലമാണ്. അപ്പോൾ ഈ കുട്ടികളെ അല്ലെങ്കിൽ യു പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ട ഒരു ഗ്യാങ്ങിനെ പിടികൂടുക എന്ന ഒരു ലക്ഷ്യം കൂടി അതിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. എക്സൈസ് 2 വകുപ്പുകളാണ് ആദ്യഘട്ടത്തിൽ ചുമത്തുന്നത്. കഞ്ചാവ് കൈവശം വെച്ചതിനുള്ള NDPS ആക്ട് 20B അത് ആദ്യത്തെ 2 പ്രതികൾക്കെതിരെയാണ്. 3 മുതൽ 9 വരെ പ്രതികൾ. അതിൽ ഓർക്കണം 9ാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ. അതിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ള NDPS ആക്ട് 27B ആണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മകൻ കഞ്ചാവ് ഉപയോഗിച്ചോ ഇല്ലയോ, മകൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യു പ്രതിഭ പറഞ്ഞിരിക്കുന്നത്. അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ ഭാഗമാണ് അവരുടെ മകനെന്ന് കരുതാം. എങ്കിലും ആ ഗ്യാങ്ങിൽ പൊതുവായി കഞ്ചാവ് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും പിടിക്കപ്പെടുമ്പോൾ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തെങ്കിൽ ആ കൂട്ടായിട്ടുള്ള ആ കുറ്റകൃത്യത്തിൽ ഈ മകനും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പിടികൂടിയിട്ടില്ല എന്നാണ് മകൻ കൂട്ടുകാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് യു പ്രതിഭയുടെ ന്യായീകരണം. ഇതിൽ എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നീടൊരു വിശദീകരണം നമ്മൾ കാണുന്നില്ല. കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷത്തെ ഒരു MLA ആണ് യു പ്രതിഭ. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വാർത്തകൾ അല്ലെങ്കിൽ പിന്നീടുള്ള വിവരങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പിന്നാലെ എന്തിനാണ് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കൊല്ലം സ്വദേശി PK ജയരാജനെ സ്ഥലം മാറ്റിയത്? ആ നടപടിയും ഇതോടൊപ്പം ചേർത്ത് വായിക്കപ്പെടുകയാണ്. ആ നടപടി ഈ പിടികൂടലുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വ്യാഖ്യാനവും പൊതുസമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. PK ജയരാജ് വിരമിക്കാനായി 5 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ പിടികൂടലിന് ശേഷം, അതിനു മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ അങ്ങനെ ഒരു നോട്ടപ്പുള്ളിയെ അല്ല ജയരാജ്. ഈ സംഭവത്തിന് ശേഷം നേരെ വിരമിക്കാൻ 5 മാസം മാത്രം ബാക്കിയുള്ള PK ജയരാജനെ മലപ്പുറം ജില്ലയിലേക്ക് മാറ്റുകയാണ്. ആ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ വൈകാരിക വിക്ഷോഭത്തിൽ പ്രതിഭയുടെ പ്രതികരണം വന്നതിന് ശേഷം പാർട്ടി സംവിധാനങ്ങളിൽ നിന്നുണ്ടായ സഹായത്തോടു കൂടിയുള്ള ഒരു സ്ഥലം മാറ്റമാകാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് പ്രതിഭ ഒരു അമ്മ എന്ന നിലയിൽ പ്രതികരിച്ചു എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ കാണുന്നത് മന്ത്രി സജി ചെറിയാൻ ഇന്ന് ആ പരിപാടിയിൽ വന്ന് പറഞ്ഞ വാചകം, അത് ഉണ്ണിസാർ പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായി നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു മന്ത്രിയാണ്. മാത്രമല്ല നേരത്തെ ഒരു നാക്കുപിഴയുടെ പേരിൽ സ്ഥാനം തെറിച്ച് വീണ്ടും അതിൽ തിരിച്ചു വന്നതിന് ശേഷവും അടുത്ത വിവാദ പ്രസ്താവന നടത്തി ആകെ വെട്ടിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം കൂട്ടുന്നത്. കുട്ടികളല്ലേ, കൂട്ടുകൂടി കാണും, വലിച്ചു കാണും, അതിത്ര വലിയ കാര്യമാണോ? ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മളാരും കുട്ടികളാകാതെയാണോ ഇങ്ങോട്ട് വന്നത്? ചെറുപ്പത്തിൽ ഓർത്തുകൂട്ടിയ കാര്യങ്ങൾ ഓർത്താൽ ഒരു പുസ്തകം എഴുതാം. മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് ഒരു കേസിലുമില്ല. ആ FIR ഞാൻ വായിച്ചു നോക്കി. നമ്മളെല്ലാം വലിക്കുന്നവരല്ലേ. ഞാനും സിഗരറ്റ് വലിക്കും. പണ്ട് ജയിലിൽ കിടന്നപ്പോൾ വലിച്ചിരുന്നു. MT വാസുദേവൻ നായർ കെട്ടുകണക്കിന് ബീഡി വലിക്കുമായിരുന്നു. ആ കെട്ടുകണക്കിന് ബീഡി MT വാസുദേവൻ നായരുടെ ചുണ്ടിൽ എപ്പോഴും ഒരു ബീഡി ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളുകൾ, അദ്ദേഹത്തെ കാണുന്നവരെല്ലാം പറയും. ആ ബീഡി വലി പോലെയാണോ ഈ കൂട്ടുകൂടിയിരുന്ന കഞ്ചാവ് വലിക്കുന്നതിനുള്ള ഉപകരണങ്ങളോട് കൂടി കൂട്ടുകൂടി കമ്പനി ഇരുന്ന കാര്യം? അവിടെ മന്ത്രിക്ക് ആ വിലയിരുത്തലിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രതിഭയ്ക്ക് അവരുടെ മകൻ്റെ കാര്യത്തിൽ പ്രതികരിക്കാനും ആ വാർത്ത തെറ്റായി കൈകാര്യം ചെയ്തവരെ വിമർശിക്കാനും അവകാശമുള്ളതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാന് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം എന്നുള്ളത് ഇങ്ങനെയുള്ള ഏത് തെറ്റായ കാര്യമായാലും അവിടെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സൈസ് ആണല്ലോ, അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഭാഗമായ ഒരു വകുപ്പിലെ ഉത്തരവാദപ്പെട്ട ആളുകളാണല്ലോ പിടികൂടിയത്. അല്ലാതെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് VD സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒന്നും പറഞ്ഞ കാര്യമല്ല പ്രതിഭയുടെ മകനെ പിടികൂടി എന്നുള്ളത്. എക്സൈസ് പിടികൂടിയ വാർത്തയാണ് വരുന്നത്. എക്സൈസിന്റെ അടക്കം FIR-ൽ എന്താണ് കുറ്റം 9 വരെയുള്ള പ്രതികൾ ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ മന്ത്രി ഒരു വേദിയിൽ വന്ന്, അതും ഈ കുറ്റാരോപിതനായ കുട്ടിയുടെ അമ്മയായ MLA വേദിയിലിരുത്തിക്കൊണ്ട് ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ണിസാറിന്റെ ആ വാദത്തോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. അങ്ങനെയുള്ള കൂട്ടുകൂടലിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകില്ല, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കലിലേക്ക് പോകില്ല. അപ്പോൾ കമ്പനി അടിക്കുമ്പോൾ പുക വലിച്ചെന്നിരിക്കും. വെറുമൊരു പുകവലിയാണോ അവിടെ നടന്നത്? അവിടെ നിന്ന് കഞ്ചാവ് 3 ഗ്രാം ആയാലും 30 ഗ്രാം ആയാലും ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് കഞ്ചാവ് വലിക്കുന്നതിനോട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോട് ഞാൻ പൂർണ്ണമായും എതിർക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിലും 2 കുഞ്ഞുങ്ങളുണ്ട്. അവരിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഞാനത് തുറന്നെതിർക്കും. അതുപോലെ തന്നെയാണ് അതിൽ MLA ആയതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുന്നു, സാധാരണയായ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തം കുറയുന്നു എന്നുള്ളതല്ല. ഏതൊരു അമ്മയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. മക്കളെ തെറ്റായ രീതിയിലേക്ക് പോകാതെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ കുറച്ചുകൂടി കെയർ എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ പ്രതിഭയെ തേജോവധം ചെയ്യുക, ആ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുക എന്ന വാദം, ആ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകണം എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകാതിരിക്കാൻ ആ കുട്ടികളുടെ വീട്ടുകാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടയിൽ പിടിയിലായതുകൊണ്ടാണ്. അനുവദനീയമായ പരിധിയിലും കുറവ് മയക്കുമരുന്നാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, കഞ്ചാവാണ് ഉണ്ടായിരുന്നത് എന്ന് വരുമ്പോൾ ആ കേസിന്മേൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്കറിയാം. ആദ്യം പറഞ്ഞതിനേക്കാൾ അളവ് വ്യത്യാസമോ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കേസ് തന്നെ നിൽക്കാത്ത ഒരു സാഹചര്യത്തിലേക്കും വരും. ഇതിൽ തെറ്റായ സന്ദേശം നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന തെറ്റിയെന്ന് മനസ്സിലായപ്പോഴേക്കും അദ്ദേഹം വന്ന് പറഞ്ഞത് പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ്. ഇതിൽ വളയ്ക്കലും തിരിക്കലും ഒന്നുമില്ല. അദ്ദേഹം MT വാസുദേവൻ നായരുടെ ബീഡിക്കുറ്റിയുടെ എണ്ണം എടുക്കുന്നതിന് പോലെ ഈ കുഞ്ഞുങ്ങൾ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് തെറ്റാണ്. അദ്ദേഹം വലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വലി തുടരുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവും അത് ഉപേക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് വളരെ ഹമ്പിളായി അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം പുകവലി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ബോധ്യമാക്കേണ്ട കാര്യമാണ്. ആ പരസ്യത്തിൽ പറയുന്നത് പോലെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. അത് മനസ്സിലാക്കി അത് നിർത്തിയാൽ കുറച്ച് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ശ്വസിച്ചുകൊണ്ട് ജീവിക്കാം. അപ്പോൾ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് പറയുന്നതിന് പകരം കൂട്ടുകൂടി ചെറുപ്പം തൊട്ടേ വലിച്ചോളൂ എന്ന് പറയുന്നത് അതേത് മന്ത്രി പറഞ്ഞാലും അത് തെറ്റാണ്. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. Meet the editors.